തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മോഷണം പോയ മരുന്നുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാണാതായത് മാനസിക പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ അപസ്മാരത്തിനും നൽകുന്ന ഇഞ്ചക്ഷൻ മരുന്നുകളാണ്. ലഹരിക്കായി ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളാണിവ. വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞതിന് ശേഷവും പോലീസ് ഇതിനെതിരെ പരാതി പോലും എടുത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? ശരണേ, നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡിൽ നിന്ന് ഈ നർക്കോട്ടിക് പരിധിയിൽ വരുന്ന കുറച്ച് മരുന്നുകൾ കാണാതായി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിപ്പോ ഏതൊക്കെ മരുന്നുകളാണെന്നുള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അത് ഈ അപസ്മാരത്തിനും അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള മരുന്നുകളാണ് കാണാതെ പോയിരിക്കുന്നത്. മറ്റൊരു വിവരം എന്ന് പറയുന്നത്, ഇത് ഈ മരുന്നിരുന്ന ഷെൽഫ് തകർത്ത്, അതായത് സ്റ്റോർ റൂം തകർത്താണ് ഈ മരുന്ന് എടുത്തുകൊണ്ട് പോയതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതികരണത്തിൽ ഇത് പോലീസിന് ഒരു മൊഴി നൽകുന്ന കാര്യത്തിലേക്ക് അടക്കം ഈ ജീവനക്കാരെയും അധികൃതരെയൊക്കെ വിളിച്ചിരുന്നു പോലീസ്. പക്ഷേ അത്തരത്തിലൊരു മൊഴി നൽകാൻ വേണ്ടി ഇവരിതുവരെ തയ്യാറായിട്ടില്ല. 4 ദിവസമായി ഒരു സംഭവം നടന്നിട്ട്, പക്ഷേ പോലീസുമായി ഒരു തരത്തിലും അന്വേഷണത്തിൽ യോജിച്ചു പോകാനുള്ള ഒരു നീക്കം ഈ ആശുപത്രി അധികൃതരുടെയും ജീവനക്കാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതാണ് ഏറ്റവും വെല്ലുവിളി എന്ന് പറഞ്ഞത്. ആ ദിവസം ഈ കേസ് അന്വേഷിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിധിയിലുള്ള പോലീസാണ്. അപ്പോൾ ആ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യണമെന്നാണ് നമ്മളോട് പോലീസ് അടക്കം വ്യക്തമാക്കിയത്. പക്ഷെ ഇതുവരെയും ഒരാളെ പോലും ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്തായാലും ഗുരുതരകരമായ ഒരു വീഴ്ചയാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അത്രയും സുരക്ഷിതമായി അല്ലെങ്കിൽ സേഫായി സൂക്ഷിക്കേണ്ട ഒരു മരുന്ന് മിസ്സാകുന്നു. അതിൽ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള മരുന്നാണ്. അത് ചിലപ്പോൾ നമുക്ക് അധിക ഡോസൊക്കെ എടുത്താൽ നമ്മൾക്ക് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അടക്കം ഉണ്ടാകുന്ന മരുന്നാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്ത് കാണാതായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ പോലീസുമായി സഹകരിക്കാൻ ആശുപത്രി ജീവനക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ശരണ്യ, കോളേജിൽ നിന്ന് മോഷണം പോയ മരുന്നുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ അഞ്ജു എസ് പാലൻ നൽകിയത്.